മംഗളം ദിശതു മേ ആകാശഃ മംഗളം ദിശതു മേ വായുഃ മംഗളം ദിശതു മേ അഗ്നിഃ മംഗളം ദിശതു മേ ആപഃ മംഗളം ദിശതു മേ പൃഥ്വിഃ. ഓം ശാന്തി ശാന്തി ശാന്തി. വിദ്യയേ ഗണേ വിജയമേ ഗണേ വിശ്വദർശനമേ ഗണേ വിനയമേ ഗണേ സഹനമേ ഗണേ വിശ്വദാസനായി തീർക്കണേ. അച്ഛനമ്മ ഗുരുവൃന്ദത്തെയും നിത്യം പൂജിക്കാൻ കഴിയണേ. സഹജരോടും ചരാചരത്തോടും കരുണയുള്ളിൽ നിറയണേ. സത്യമോതുവാൻ ശക്തിയേകണേ. സജ്ജനങ്ങൾ കൂട്ടാകണേ. സുഖദുഃഖങ്ങളെ സമമായി കാണുവാൻ സകലേശ എന്നിൽ കനിയണേ. നിത്യവും തവ നാമപുഷ്പങ്ങൾ എൻ്റെ നാവിൽ വിരിയണേ. മാനസത്തിൻ ശ്രീകോവിലിൽ ദേവ പൂജാബിംബമായി തീരണേ. നൊന്തു പ്രാർത്ഥിക്കും നേരമെപ്പോഴും നെഞ്ചിൽ സാന്ത്വനമേകണേ. അക്ഷയാമൃതവാരിധി എന്നിൽ അറിവായെന്നും വിളങ്ങണേ. അറിവായെന്നും വിളങ്ങണേ. അറിവായെന്നും വിളങ്ങണേ. സജ്ജനങ്ങളെ, തികച്ചും പരിപാവനമായ അനുഗ്രഹീതമായ നമ്മുടെ ചതുർധാമങ്ങളിലൊന്നിൽ എത്തിച്ചേരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും ഇങ്ങനെയൊരു പ്രവചനത്തിന് നമ്മയൊക്കെ അനുഗ്രഹിച്ച സ്ഥലദേവതകളെ, കുലദേവതകളെ, ധർമ്മദേവതകളെ, ആദിത്യാദി നവഗ്രഹങ്ങളെ, അഷ്ടദിക്പാലന്മാരെ, പിതൃപൈതാമഹന്മാരെ, സകല ചരാചര ചൈതന്യമേ, ഭാരതീയ ഋഷി പരമ്പരയുടെ നാമധേയത്തിൽ സർവദേവ നമസ്കാരഃ കേശവം പ്രതി ഗച്ഛതി. സർവജീവ നമസ്കാരഃ കേശവം പ്രതി ഗച്ഛതി. നരരൂപം ധരിച്ച പരമാത്മസ്വരൂപമാം ശ്രീനാരായണ ഗുരും തം സാഷ്ടാംഗം പ്രണമാമ്യഹം. വന്ദേ ശാരദാംബ. ശിവഗിരിയിലേക്കുള്ള വഴി എളുപ്പമാണ്. പക്ഷേ ഗുരുദേവനിലേക്കുള്ള വഴി അത്ര എളുപ്പമല്ല. വത്തിക്കാനിലേക്കും പള്ളികളിലേക്കുമുള്ള വഴി എളുപ്പമാണ്. പക്ഷേ ക്രിസ്തുവിലേക്കുള്ള വഴി അത്ര എളുപ്പമല്ല. അയോധ്യയിലേക്കുള്ള വഴി വളരെ എളുപ്പമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ശ്രീരാമനിലേക്കുള്ള വഴി അത്ര എളുപ്പമല്ല. മക്കയിലേക്കും മദീനയിലേക്കുമുള്ള വഴികൾ എളുപ്പമായിരിക്കുകയാണ്. പക്ഷേ നബിഹൃദയത്തിലേക്ക്, പടച്ചവനിലേക്ക്, അള്ളാഹുവിലേക്കുള്ള വഴി അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, ഗുരു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാമാണ്. ഗുരു കഴിഞ്ഞേ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദൈവസങ്കല്പവും ഉള്ളൂ. ഈ ഭൂമി പോലും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതൊരാകർഷണത്താലാണെന്ന് നമുക്കറിയാം. അതിന് നാം പറയുന്നു ഗുരുത്വാകർഷണം.
ആ ഗുരുത്വാകർഷണത്തിലാണ് ഈ ഭൂമി പോലും നിലകൊള്ളുന്നതെങ്കിൽ ഭൂമിയിൽ വസിക്കുന്ന നമുക്കും പ്രഥമമായും പ്രധാനമായും വേണ്ട യോഗ്യത എന്താണ്? ഗുരുത്വം തന്നെയാണ്. ആ ഗുരുത്വമാണ് ഒരിരുത്തമായി, പൊരുത്തമായി, സമത്വമായി, ഒടുവിൽ മഹത്വപൂർണമായി മാറുന്നതും. എവിടെ ഗുരുപ്രസാദമുണ്ടോ അവിടെ മനപ്രസാദവും ജനപ്രസാദവും ജനാർദ്ദനപ്രസാദവും സിദ്ധിക്കുന്നു എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഗുരോരനുഗ്രഹേണ ഏവ പുമാൻ പൂർണ്ണപ്രശാന്തയേത്. എവിടെയൊക്കെ നാം ശാന്തിക്ക് അലഞ്ഞാലും അന്വേഷിച്ചാലും ഒടുവിൽ പരമമായ ആ ശാന്തി നമുക്കനുഭവമാകുന്ന ആ ധന്യ സ്ഥാനമാണ് ഗുരുസന്നിധി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിധി എന്താണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണീയർക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: നാരായണ ഗുരു സന്നിധി. അതിനപ്പുറം ഒരു നിധി നമുക്കില്ല. അങ്ങനെയുള്ള ഗുരു ഹിന്ദുവാണോ സ്വാമി? സനാതനധർമ്മിയാണോ സ്വാമി എന്നൊക്കെ ചോദിക്കത്തക്ക നിലയിലേക്ക് കാലഘട്ടം മാറിയിരിക്കുകയാണ്. വിഷയം തന്നെ നമുക്ക് ഗുരുവും സനാതനധർമ്മവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഒന്ന് പര്യാലോചിക്കുകയാണ്. ഗുരു അടിമുടി സനാതനി തന്നെയാണ്. കാരണം സനാതനം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അത് എന്നും നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത അദ്വൈതമായ ഒരനുഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണെങ്കിൽ ആ ശാസ്ത്രം തൻ്റെ സ്തോത്രത്തിലൂടെയും തൻ്റെ ചര്യകളിലൂടെയും ഉടനീളം ജീവിച്ചു കാണിച്ച സനാതന ധർമ്മം കണ്ടിട്ടുള്ളതിൽ വെച്ച് സമ്പൂർണനായ ഒരു സനാതനി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് നിസ്സംശയം ഉത്തരം പറയാവുന്ന ഒരു നാമധേയം ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റ് ഏതൊന്നാണ് എന്നാലോചിക്കുക. സനാതനധർമ്മം, ആ വാക്കിൽ തന്നെ നമുക്കറിയാം. കുറച്ച് വെള്ളം കൂടെ സ്വല്പം വെള്ളം. സനാതനധർമ്മം നമുക്കറിയാം, അത് ഏറ്റവും പഴയതും ഏറ്റവും പുതിയതുമാണ്. മോസ്റ്റ് മോഡേൺ ആൻഡ് മോസ്റ്റ് പ്രിമിറ്റീവ്. ചിരപുരാതനവും നിത്യനൂതനവും. അതായത് എവർ ഗ്രീൻ, എവർ പ്രസൻസ്, എപ്പോഴും ഉള്ളതും നാം ഉണ്ടാക്കാത്തതും നമ്മെ ഉണ്ടാക്കിയതുമായിട്ടുള്ള ഏതോ ഒരു ശക്തിയാണോ അതിനെക്കുറിച്ചുള്ള അറിവാണ് സനാതനം. നമ്മെ ഈ പടച്ചതിനെയൊക്കെ കുറിച്ചുള്ള ആ അറിവ് എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് സനാതനം. ഗുരുവിൻ്റെ ജീവിതം ഒരു പൂർണ്ണ സനാതനിയായി നമ്മുടെ മുമ്പിൽ സാക്ഷാത്കൃതമായപ്പോൾ എന്തേ നമുക്കിന്ന്
ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ വരാനിടയായത് എന്നാലോചിക്കുക. എവിടെയാണ് നമുക്ക് കണ്ണി മുറിഞ്ഞു പോയത്? ഗുരു ബുദ്ധൻ ആണോ സ്വാമിജി? ഗുരു ക്രൈസ്തവനാണോ സ്വാമിജി? ഗുരു ഇസ്ലാമികനാണോ സ്വാമിജി എന്നൊക്കെ ചോദിക്കത്തക്ക നിലയിലേക്ക് കാലം മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ യാതൊരു പോരായ്മയും നാം കാണേണ്ടതില്ല. കാരണം ചരിത്രത്തിൽ ഇതുവരെ മറ്റൊരു ഗുരുവിനെക്കുറിച്ചും ഇത്തരം ഒരു ചോദ്യം ആരും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ശ്രീ ശങ്കരാചാര്യൻ ആരാണ് എന്ന് ആർക്കും സംശയമില്ല. ശ്രീ രാമാനുജാചാര്യൻ ആരാണ് എന്നാർക്കും സംശയമില്ല. ക്രിസ്തുദേവൻ ആരാണ് എന്നാർക്കും സംശയമില്ല. നബി തിരുമേനി ആരാണ് എന്നാർക്കും സംശയമില്ല. ശ്രീ ബുദ്ധൻ ആരാണ് എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ സംശയം ആരംഭിക്കും ആൾക്കാർക്ക്. ശ്രീനാരായണ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തമായൊരു ഉത്തരം നൽകാൻ പറ്റാത്ത തലത്തിലേക്ക് നമ്മുടെ ശ്രീനാരായണീയർ പോലും സന്ദേഹിച്ച് നിൽക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. കാരണം മറ്റൊന്നുമല്ല, മനുഷ്യനിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്ന പലതും ഇനിയും പ്രകാശിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്ക് പരിണമിക്കുവാൻ എടുത്ത സമയത്തേക്കാൾ ഏറെ സമയമെടുക്കേണ്ടി വരും മനുഷ്യനിൽ നിന്നും ബുദ്ധനിലേക്ക് എത്തിച്ചേരുവാൻ, ഗുരുവിലേക്ക് എത്തിച്ചേരുവാൻ. കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്ക് രൂപപരിണാമം മാത്രമാണ് സംഭവിച്ചതെങ്കിൽ മനുഷ്യനിൽ നിന്നും ബുദ്ധനിലേക്ക്, ഗുരുവിലേക്ക് എത്തിച്ചേരുവാൻ രൂപപരിണാമം മാത്രം പോരാ, ബോധപരിണാമം കൂടി സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ ബോധപരിണാമം സംഭവിക്കുന്നതിന് വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ വന്ന് കൂടേണ്ടി ഇരിക്കുന്നത്. ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിവിടെ വരില്ല. ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ല. ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര തന്നെ ഒരു നിവൃത്തിയുമില്ല സ്വാമി, ഒരു നിവൃത്തിയുമില്ല. എവിടെ ചെന്നാലും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ നിവൃത്തിയില്ലാതെ, നിവൃത്തി എന്തെന്നറിയാതെ ഓടി നടക്കുന്ന നമുക്കൊക്കെ നിവൃത്തി എന്ന, മോചനമെന്ന, മോക്ഷമെന്ന, സാഫല്യമെന്ന, സായുജ്യമെന്ന ആ ജീവിത പൂർണ്ണതയെ പ്രാപിക്കുന്നതിന് വേണ്ടി, ആ നിവൃത്തിയിലെത്തുവാൻ എന്ത് പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് അറിയുവാനായിട്ടാണ് ജന്മമെടുത്ത നമ്മൾ, കർമ്മികളായ നമ്മൾ, നമ്മുടെ കർമ്മം, പ്രവൃത്തി എങ്ങനെ ഒന്ന് നിവൃത്തി പദത്തിലേക്ക് എത്തിക്കാമെന്ന് ആരാഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് അന്ധത്വം ഒഴിക്കാനായി ഈ സന്നിധിയിൽ ഉപവിഷ്ടരായിരിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലത്തെയും, ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ആത്മീയവൽക്കരിക്കുക എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ജീവിതത്തിൻ്റെ സകല രംഗങ്ങളെയും അടിമുടി ആസകലം ആത്മസാൽക്കരിക്കുക, ആത്മീയവൽക്കരിക്കുക. സ്പിരിച്വലൈസേഷൻ ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ആത്മീയവൽക്കരിക്കുവാനുള്ള ഒരു ശ്രമം. ആ ആത്മീയവൽക്കരണത്തിലൂടെ മാനവൻ മാധവനാവുകയാണ്, നരൻ നാരായണനായി മാറുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ നാരിമാരും നാരായണിമാരായി മാറുന്നു. കിങ്കരന്മാരായി വന്നവർ ശങ്കരന്മാരായി മാറുന്നു. ജനാർദ്ദനനോളം ഉയരുന്നു.
ഈ ആത്മസാൽക്കരണം സ്വാമി ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സാധ്യമാകുമോ എന്ന് ഒരു സന്ദേഹം നിങ്ങൾക്കൊക്കെ തോന്നാം. ഭൗതികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ രാഷ്ട്രീയം എങ്ങനെ സ്വാമി ആത്മീയവൽക്കരിക്കുന്നത്? ഭൗതികശാസ്ത്രം എങ്ങനെയാണ് സ്വാമി ആത്മീയവൽക്കരിക്കുന്നത്? കലാപ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ആത്മീയവൽക്കരിക്കുന്നത്? ആത്മീയത ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു തലമല്ലേ സ്വാമി? ഇത് രണ്ടും തമ്മിൽ എങ്ങനെ നമുക്ക് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റും? രണ്ടും രണ്ടല്ലേ എന്നൊക്കെയായിരിക്കും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള സ്വാഭാവികമായ സന്ദേഹം. പക്ഷേ ഒന്നോർക്കുക, ഒന്ന് പിറകിലേക്ക് സഞ്ചരിച്ചാൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹം പക്ക രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയതെന്നുള്ളത് നിങ്ങൾക്കും എനിക്കുമൊക്കെ അറിയാം. അദ്ദേഹം സമ്പൂർണമായും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷേ ഗാന്ധിജിയെ അറിവുള്ളവർ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഹീസ് എ സെയിൻറ്റ് എമംഗ് പൊളിറ്റീഷ്യൻസ്. രാഷ്ട്രീയക്കാർക്കിടയിലെ ഒരു വിശുദ്ധൻ, ഒരു സന്യാസി. അപ്പോൾ രാഷ്ട്രീയത്തെ, തികച്ചും ഭൗതികമായ രാഷ്ട്രീയത്തെ ആത്മീയവൽക്കരിക്കുവാൻ, ഹൃദയപൂർണ്ണമാക്കുവാൻ ഗാന്ധിജിക്ക് കഴിയുമെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാർക്കും എന്തുകൊണ്ട് അവരുടെ ജീവിത പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയ തലങ്ങളെ ഗാന്ധിജിയെപ്പോലെ ആത്മീയവൽക്കരിക്കാൻ പറ്റുന്നില്ല? പോട്ടെ, രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റിവെക്കാം. പക്കാ ഭൗതിക ശാസ്ത്രം എടുക്കാം, മെറ്റീരിയൽ സയൻസ് തന്നെ എടുക്കാം, ഫിസിക്സ് തന്നെ എടുക്കാം. ഒരു വലിയ ഫിസിസിസ്റ്റോ അല്ലെങ്കിൽ ആസ്ട്രോണോട്ടോ അല്ലെങ്കിൽ മിസൈൽ ടെക്നോളജി വിദഗ്ധനോ ഒക്കെ ആയിട്ട് നമുക്കറിയപ്പെടുന്ന ഒരു മഹാത്മാവുണ്ടായിരുന്നു. ആരാണ്? എപ്പോഴും മിസൈൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു മിസൈൽ മാൻ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ എനിക്ക് നിങ്ങൾക്കുമൊക്കെ അറിയാം. അദ്ദേഹത്തെ അറിവുള്ളവർ വിശേഷിപ്പിച്ചെന്താണ്? ഹീസ് എ സെയിൻറ്റ് എമംഗ് സയൻറ്റിസ്റ്റ്. ശാസ്ത്രകാരന്മാരുടെ ഇടയിലെ ഒരു വിശുദ്ധൻ, ഒരു സന്യാസി, ഒരു യോഗി. അപ്പോൾ തനി ഭൗതികമായിരിക്കുന്ന ശാസ്ത്രത്തെ പോലും ആത്മീയവൽക്കരിക്കുവാൻ പറ്റുമെന്ന് നമ്മുടെ തൊട്ട് മുമ്പ് നമ്മുടെ കൂടെ തന്നെ ജീവിച്ച് കടന്നുപോയ ആ മഹാമനുഷ്യൻ നമ്മളെ പഠിപ്പിച്ചു. രാഷ്ട്രീയം ഗാന്ധിജി ആത്മീയവൽക്കരിച്ചതുപോലെ ഭൗതികശാസ്ത്രത്തെ ആത്മീയവൽക്കരിക്കുവാൻ ആർക്ക് കഴിഞ്ഞു? അബ്ദുൽ കലാം. അതും പോട്ടെ, ഇനി കലാസാഹിത്യരംഗം, അതിനെന്താണ് സ്വാമിജി? അതിന് ആത്മീയതയൊക്കെ ഉണ്ടോ? അതിലൊക്കെ അത് നമുക്ക് മാനസോല്ലാസത്തിനുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? അതിനപ്പുറം അതിലെന്ത് ആത്മീയതയാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്? ശ്രദ്ധിക്കൂ, നമ്മുടെ രാഷ്ട്രകവി, ഭാരതത്തിൻ്റെ രാഷ്ട്രകവി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിനെ നമ്മൾ അറിവുള്ളവർ വിശേഷിപ്പിച്ച എന്താണ്? ഹീസ് എ സെയിൻറ്റ് എമംഗ് ആർട്ടിസ്റ്റ്. കലാകാരന്മാർക്കിടയിലെ വിശുദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലൊരു തീവണ്ടി പോലും ഓടുന്നത് ഏത് പേരിലാണ്? ഗുരുദേവ് എക്സ്പ്രസ് എന്നാണ്. അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും വിളിക്കുന്നത് എന്താണ്? മഹർഷി രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഈ മൂന്ന് തലങ്ങൾ, ജീവിതത്തിൻ്റെ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന മൂന്ന് തലങ്ങൾ പൂർണ്ണമായിട്ടും ആത്മീയവൽക്കരിച്ച മൂന്ന് മഹാത്മാക്കളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ, സോഷ്യൽ റിഫോർമേഷൻ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പരിഷ്കരണ യത്നങ്ങൾ, അതിലെന്താണ് സ്വാമി ആത്മീയത? അതാർക്കും എപ്പോഴും എവിടെയും ആകാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിനെന്താണ് ഇത്ര ആത്മീയവൽക്കരിക്കാൻ? അതിൽ സാമൂഹ്യ പ്രവർത്തനത്തെ ആത്മീയവൽക്കരിക്കുന്നത് എങ്ങനെയാണെന്ന് മനോഹരമായി നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളൊരു മഹാത്മാവ് ആരാണെന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരമുണ്ടെന്ന് സ്വാമിക്കറിയാം. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ മഹാത്മാവിനെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ പലപ്പോഴും
അദ്ദേഹത്തിൻ്റെ ആത്മീയ മഹത്വത്തെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പടി ഒന്ന് താഴോട്ട് പിടിച്ചുകൊണ്ട് എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം നവോത്ഥാന നായകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്. അവിടെ കൊണ്ട് നിർത്തും, വായടയും, പിന്നെ അങ്ങോട്ട് പോകത്തില്ല. ആരാണത്? നാരായണ ഗുരുദേവൻ തന്നെ. അപ്പോൾ നാരായണ ഗുരുദേവൻ ഹീസ് എ സെയിൻറ്റ് അമംഗ് സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം സെയിൻറ്റ് തന്നെ, സന്യാസി തന്നെ, യോഗി തന്നെ. പക്ഷേ സാമൂഹ്യ പ്രവർത്തനങ്ങളെ എങ്ങനെ ആത്മീയവൽക്കരിച്ച് സകല ജനമനഹാരിയാക്കി മാറ്റാമെന്ന് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ജീവിത മാതൃക കൊണ്ട് വരച്ചു കാട്ടിയ ഒരു പൂർണ്ണ യോഗ്യ തന്നെയായിരുന്നു ആര്? നാരായണ ഗുരുദേവൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരൊക്കെ അദ്ദേഹത്തെ അങ്ങോട്ട് അവതരിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവാകണമെങ്കിൽ അദ്ദേഹം ആരായിരിക്കണം? നല്ലൊരു സന്യാസിയായിരിക്കണം, യോഗിയായിരിക്കണം. അതിന് കാഷായം വേണമെന്ന് നിർബന്ധമില്ലെന്നും ആര് പഠിപ്പിച്ചു? ഗുരുദേവൻ പഠിപ്പിച്ചു. അപ്പോൾ സനാതനധർമ്മം പ്രഖ്യാപിക്കുന്ന ആത്മസാൽക്കരണം, ആത്മീയവൽക്കരണം ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളെയും തഴുകിത്തലോരിക്കൊണ്ട് നമുക്കെങ്ങനെ പൂർണ്ണമാക്കാമെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിത്വം ലോകചരിത്രത്തിൽ ഇതിനു മുമ്പില്ല. കാരണം അവരൊക്കെ അവരുടേതായിട്ടുള്ള ഒരു പരിമിതമായ വഴിത്താരയിലൂടെ സഞ്ചരിച്ച് അപരിമേയമായ സിദ്ധാന്തങ്ങൾ പറഞ്ഞു. ശ്രീ ശങ്കര ഭഗവത്പാദർ അദ്വൈത സിദ്ധാന്തം പറഞ്ഞപ്പോൾ ആ അദ്വൈത സിദ്ധാന്തത്തെ എങ്ങനെ ഇനി അടുക്കള വരെയുള്ള, അരങ്ങിൽ നിന്നും അടുക്കള വരെയുള്ള സാമാന്യ മനുഷ്യരുടെ രംഗങ്ങളിലേക്ക്, ജീവിത രംഗങ്ങളിലേക്ക് ആ സിദ്ധാന്തം എങ്ങനെ പ്രയോഗവൽക്കരിക്കാമെന്ന്, ആ പ്രമാണം എങ്ങനെ പ്രയോഗമാക്കി മാറ്റാമെന്ന്, ആ തിയറി എങ്ങനെ പ്രാക്ടിക്കലാക്കി മാറ്റാമെന്ന് പൂർണ്ണമായും നമ്മെ പഠിപ്പിച്ച് അതിൻ്റെ ഒരു ഉത്തമ മാതൃകയായി നമ്മയൊക്കെ വാർത്തെടുത്ത ചരിത്രമാണ് ആർക്കുള്ളത്? നാരായണ ഗുരുദേവന്. ആചാര്യസ്വാമികൾ തൻ്റെ അദ്വൈത ശാസ്ത്രം ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ച് കടന്നു പോയപ്പോൾ ജീവിതത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാമാന്യ ജനങ്ങളുടെ ഇടയിലും ഈ വേദാന്തം, ഈ പ്രായോഗികമായിരിക്കുന്ന വേദാന്തം എങ്ങനെ നടപ്പിലാക്കി കൊടുക്കാമെന്ന് വളരെ ഭംഗിയായി തന്നെ, പൂർണ്ണമായി തന്നെ കാട്ടിത്തന്ന ഗുരുവിനേക്കാളും മഹത്വമുള്ളൊരു മാതൃക നമുക്കിനി പറയാൻ ഇതിനു മുമ്പും ഇതിന് ശേഷവും ഉണ്ടാകുമോ എന്നറിയില്ല. അതൊക്കെ നിൽക്കട്ടെ. ഇന്ന് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളാണ് സമരം, വിപ്ലവം. സമരമാണ് ജീവിതം എന്നൊക്കെ നമ്മൾ പറയാറുമുണ്ട്, ജീവിത സമരമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ സമരങ്ങളെല്ലാം എങ്ങനെയാണ് തുടങ്ങുന്നതും ഒടുങ്ങുന്നതും? രക്തരൂഷിതമായിട്ടാണ്. എന്താണ്? രക്തം ചിന്തിക്കൊണ്ടാണ്. എങ്ങനെ രക്തം ചിന്താതെ, എങ്ങനെ സംഘർഷം ഇല്ലാതെ, സമന്വയത്തിൻ്റെ വസന്തം സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെ ഒരു യുദ്ധം ആർക്കും മുറിവേൽക്കാൻ പറ്റാതെ, ആരെയും മുറിവേൽപ്പിക്കാതെ ഒരു യുദ്ധം എങ്ങനെ നടത്താം, ഒരു വിപ്ലവം എങ്ങനെ നടത്താം, ഒരു സമരം എങ്ങനെ നടത്താം, ഒരു പരിവർത്തനം എങ്ങനെ നടത്താം എന്ന് മഹാത്മാഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുഖമുദ്രയോ വേഷഭൂഷയോ ഇല്ലാതെ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ ഭ്രാന്താലയമായിരുന്ന, സംഘർഷപൂരിതമായിരുന്ന ജാതി അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അത്യാചാരങ്ങളുടെയും ഭ്രഷ്ടാചാരങ്ങളുടെയും ഈ മണ്ണിൽ ഒരു തുള്ളി രക്തം ചിന്താതെ എങ്ങനെയായിരിക്കണം നേതാവ് അല്ലെങ്കിൽ ആ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു സമരം നടത്തി വിജയിപ്പിക്കേണ്ടതെന്ന് കൃത്യമായി നമുക്ക് ഒരു റോൾ മോഡലായി നിന്ന് കാണിച്ചു തന്നു. ഇതൊക്കെ
ഇതൊക്കെ ഒരു അത്ഭുതകരമായ രംഗങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ നവോത്ഥാനത്തിൻ്റെ ആ കളം ഒരുക്കിയത്, അതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിത്വം നാരായണ ഗുരുദേവനാണെന്ന് നമ്മൾ പറയുമ്പോൾ, ആ നാരായണ ഗുരുദേവൻ കാട്ടിത്തന്ന രക്തം ചിന്താത്ത, പരനുപദ്രവമായി മാറാത്ത, പരാനുകമ്പയോടുകൂടി ഉള്ള ഒരു സമരമാർഗം, ഒരു വിപ്ലവമാർഗം, ഒരു പരിവർത്തനത്തിൻ്റെ തലം അതിനുശേഷം പിന്നീട് നമുക്ക് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിന് സംഭവിച്ച രാഷ്ട്രീയ ദുരന്തം. ഇനി നമ്മൾ മടങ്ങുകയാണ്, ഗുരുവിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഈ പാഠങ്ങൾ, ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ മറന്നുപോയ ഗുരുത്വക്കേടിൻ്റെ ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം തിരിച്ച് കണ്ണീരോടുകൂടി ആ ഗുരുവിലേക്ക് മടങ്ങുകയാണ്. അവിടുന്ന് കരുണയോടുകൂടി, അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, വൻപാക വെടിഞ്ഞുള്ളവരുണ്ടോ, ഇതുപോലെ ഇത്രയും അൻപോടുകൂടി, അരുളോടുകൂടി, അനുകമ്പയോടുകൂടി, കാരുണ്യത്തോടുകൂടി ഒരു 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 സഹനത്തിൻ്റെ, ഒരു ത്യാഗത്തിൻ്റെ ഒരു തുള്ളി കണ്ണുനീര് പോലും ഗുരുവിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു മഹത്വം. നമ്മൾ കേട്ടിട്ടുണ്ട്, ഗുരു ജനിച്ചപ്പോൾ എല്ലാ കുട്ടികളും കണ്ണീരോട് കൂടിയാണ് ജനിക്കുന്നത്, ഗുരു കണ്ണീര് ഇല്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ജനിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യന്തം പുഞ്ചിരിയോടുകൂടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു മഹത്വം. അപ്പോൾ ഈ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഒരു ജീവിതം മുഴുവൻ ജീവിത സമരങ്ങളെ ഒരായുധവും പ്രത്യേകിച്ചില്ലാത്ത ഒരു പോരാളി എങ്ങനെ പൂർണ്ണമായും ആ മഹാസമരം, രണം വിജയിപ്പിച്ചു എന്ന് നാം അന്വേഷിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകും, ഗുരു വെറുമൊരു മനുഷ്യനായിരുന്നില്ല. ദൈവങ്ങൾ മനുഷ്യരായി ഭൂമിയിൽ പിറക്കാറുണ്ട്. മനുഷ്യൻ ദൈവമായി ഉയരാറുമുണ്ട്. ഇതിൽ ഗുരു ഏതിൽ പെടും സ്വാമി എന്ന് ചോദിച്ചാൽ നിസ്തർക്കമായി, നമുക്ക് ഒരു തർക്കവും ഇല്ലാതെ നിസ്സംശയം നമുക്ക് പറയാം, ഇവിടെ മനുഷ്യൻ ദൈവമായി മാറിയ കഥയല്ല ഗുരുവിൻ്റെ കഥ. ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യനെ എങ്ങനെ ദൈവമാക്കാം എന്ന് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ചരിത്രമാണ് ഗുരുവിൻ്റെ ജീവിതഗാഥ. സ്വാമി ദൈവങ്ങൾ ഭൂമിയിൽ മനുഷ്യരായി പിറക്കുമ്പോൾ വിവാഹം കഴിക്കുന്നു, യുദ്ധങ്ങൾ നടത്തുന്നു, പ്രണയം അവർക്കുള്ളതായിട്ട് കാണുന്നു, പലപ്പോഴും പല രീതിയിലും അവർ സാധാരണ മനുഷ്യരെ പോലെ ഇടപെടുന്നു. പക്ഷേ ഇവിടെ ഗുരു അങ്ങനെയൊന്നുമല്ലല്ലോ. ഗുരു വിവാഹത്തിനോ സന്താന ഉൽപ്പാദനത്തിനോ അത്തരത്തിലുള്ള ഒരു കുടുംബിയായി നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് മനസ്സിലാകും സ്വാമി? ഗുരു ഒരിക്കലും ഒന്നിനെയും നിഷേധിച്ച ആത്മാവല്ല. നമുക്കറിയാം, ഗുരുവെന്നും ഗുരുവിൻ്റെ സഹയോഗിയെന്നും സതീർത്ഥ്യനെന്നും ഒക്കെ പല വിധത്തിൽ നാം പറയാറുള്ള, പലരും പല രീതിയിൽ പറയാറുള്ള മഹാത്മാക്കൾ, അവരുടെ പേര് സ്വാമി പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാം, അവർ പലപ്പോഴും പലതിനെയും നിഷേധിച്ചതിൻ്റെ പേരിലും പ്രശസ്തരാണ്. ക്രിസ്തുമത ഛേദനമാണ്, ഇനി അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. നല്ലൊരു ഹിംസ തന്നെ നടത്തി കാണിച്ചു. അങ്ങനെ ഒരു ഛേദനം, ഒരു ഹിംസ, ഒരാത്മാവ്, ഒരു ആചാര്യൻ നമ്മുടെ മുമ്പിൽ നടത്തിയപ്പോൾ ആ ആചാര്യൻ്റെ പിന്മുറക്കാരായി
ഭാവിക്കുന്ന ആർക്കെങ്കിലും ഈ ക്രിസ്തുമതത്തിൻ്റെ ആസ്ഥാന രംഗമായ വത്തിക്കാനിൽ പോയി ആ ഗുരുമഹാത്മ്യം പറയാൻ പറ്റുമോ, അതിനുള്ള ആർജവം ഉണ്ടാകുമോ എന്നാലോചിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ അത്ഭുതകരമായ ആ പരമേശ പവിത്രപുത്രനോ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ക്രിസ്തുമത ഛേദനം നടത്താതെ ക്രിസ്തുവിൻ്റെ അന്തസ്സാരത്തെ കണ്ടറിഞ്ഞ് സനാതനധർമ്മത്തിൻ്റെ വഴിത്താരയിലൂടെ തന്നെ അദ്ദേഹത്തെയും സഞ്ചരിപ്പിച്ചുകൊണ്ട് അത്ഭുതകരമായ നിലയിൽ പണ്ടാരോ ഗുരുവിനോട് ചോദിച്ചു, മതപരിവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും സ്വാമി, എന്ത് ചെയ്യും? അപ്പോൾ സ്വാമി തമാശയ്ക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത്, മതപരിവർത്തനം ചെയ്യുന്നവരെ ആരെയും നമ്മൾ അടിച്ചു പുറത്താക്കേണ്ട കാര്യമില്ല, അവരെയെല്ലാം അടിച്ചകത്താക്കുകയാണ് വേണ്ടത്. അടിച്ചകത്താക്കുക എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തിൻ്റെ ആ വഴിത്താരയിലേക്ക് തന്നെ അവരെ ആനയിക്കുക. അതിന് മതപരിവർത്തനമല്ല, മനഃപരിവർത്തനമാണ് മാർഗം. നീ നാരായണദാസനാകണ്ട, നീ പൗലോസായിട്ട് തന്നെ നിന്നോളൂ എന്ന് ആരോട് ഗുരുദേവൻ അന്ന് പറഞ്ഞതുപോലെ നീ നാരായണദാസനായിട്ട് പേര് മാറ്റി നിൽക്കണ്ട, നീ നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് തന്നെ നിന്നുകൊണ്ട് നീ നാരായണ ദൗത്യത്തിൽ പങ്കാളിയാവുക. അപ്പോൾ പരമേശ പവിത്രപുത്രനോ എന്നുള്ള ഒരു വലിയൊരു കാരുണ്യത്തിൻ്റെ തികവോടുകൂടിയുള്ള ഒരു വിലയിരുത്തൽ ഒരു ഗുരു നടത്തിയപ്പോൾ ആ ഗുരുവിൻ്റെ മാഹാത്മ്യം പ്രചരിപ്പിക്കുവാൻ നിയുക്തരായിട്ടുള്ള ശിഷ്യപരമ്പര തങ്ങളുടെ ഗുരുവിൻ്റെ മഹത്വം ലോക രംഗങ്ങളിൽ മുഴുവൻ വ്യാപകമാക്കുവാനായി അവിടേക്ക് പോയപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായ പുകിലുകൾ നമ്മളൊക്കെ കണ്ടതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംഭവിച്ച പല വിധത്തിലുള്ള രംഗങ്ങളും ഞാനും നിങ്ങളുമൊക്കെ കണ്ടതാണ്. പരിഹാസപൂർവം ഒരു വലിയ ജനവിഭാഗം ഇതിനെയൊക്കെ അധിക്ഷേപിക്കുവാനോ അപഹസിക്കുവാനോ ശ്രമിച്ചപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഒരു കാര്യം മറന്നു പോവുകയാണ്. ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാമഹൻ, 19-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ഭാരതീയ യുവത്വത്തിൻ്റെ സിംഹഗർജനം, ഭാരതത്തിൻ്റെ എക്കാലത്തെയും ആവേശോജ്വല ആധ്യാത്മിക തേജസ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ചെയ്തത് എന്താണ്? സനാതനധർമ്മത്തിൻ്റെ ആൾരൂപം തന്നെയായ സ്വാമിജി ചെയ്തത് എന്താണ്? തൻ്റെ ഗുരുവിൻ്റെ ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ. മദ്ഗുരു ജഗദ്ഗുരു മദാത്മാ സർവഭൂതാത്മാ. എൻ്റെ ഗുരു എന്നെ സംബന്ധിച്ചിടത്തോളം ജഗദ്ഗുരു തന്നെയാണ്, എൻ്റെ ജഗത്ത് എൻ്റെ ഗുരു തന്നെയാണ്. അങ്ങനെ കരുതുന്ന ഒരു ശിഷ്യൻ ഒളിച്ചിരിക്കുകയും അവിടെയും ഇവിടെയും നിന്ന് അപഹസിക്കുകയും ഒന്നുമല്ല ചെയ്യാനുള്ളത്. തൻ്റെ ഗുരുമാഹാത്മ്യം എവിടെയൊക്കെ ഉദ്ഘോഷിക്കാമോ ഉച്ചസ്ഥരം, ആ വേദികളിലെല്ലാം കടന്നു ചെന്ന് ആ മഹാത്മ്യത്തെ പ്രഘോഷിപ്പിക്കുവാനുള്ള ഒരു ഗുരുത്വമാണ് വത്തിക്കാനിൽ പോയതിലൂടെ ശിവഗിരിയിലെ ആചാര്യന്മാർ ചെയ്തതെന്നാണ് സ്വാമി നിരീക്ഷിക്കുന്നത്. അത് തെറ്റല്ല. വിവേകാനന്ദ സ്വാമി അന്ന് ഹിമാലയത്തിൽ നിന്നോ നമ്മുടെ കേരളത്തിൽ നിന്നോ കന്യാകുമാരിയിൽ നിന്നോ അല്ലെങ്കിൽ വാരണാസിയിൽ നിന്നോ അല്ല ലോകത്തെ അഭിസംബോധന ചെയ്തത്. അന്നത്തെ ഭൗതിക ഭരണ സമ്രാട്ടുകളുടെ ആസ്ഥാന മന്ദിരങ്ങളിൽ ഒന്ന് തന്നെയായ ന്യൂയോർക്കിലെ ചിക്കാഗോയിലെ ആ പ്രസംഗപീഠത്തിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ക്രൈസ്തവ ആസ്ഥാനത്ത് നിന്ന്, ലോകഭരണകൂടത്തിൻ്റെ ആ പ്രഭാവ കേന്ദ്രത്തിൽ നിന്ന് തൻ്റെ ഗുരുമാഹാത്മ്യം പറയാമെങ്കിൽ എന്തുകൊണ്ട് ശ്രീനാരായണീയരായിരിക്കുന്ന ഇവിടുത്തെ സ്വാമിമാർക്കും വത്തിക്കാനിലോ മക്കയിലോ മദീനയിലോ ജെറുസലേമിലോ എവിടെ വേണമെങ്കിലും പോയി നിന്ന്, ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ശിവഗിരിയിലെ സ്വാമിമാർ ഇലോൺ മസ്കിൻ്റെ സ്പേസ് ഷട്ടിലിൽ കയറി ചന്ദ്രലോകത്ത് ചെന്നൊരു മഞ്ഞക്കൊടിയും വെച്ച് അവിടെയും നാരായണ ഗുരുദേവൻ്റെ മഹത്വം പ്രഘോഷിക്കുവാൻ അവർ തയ്യാറാകണം. അതാണ് ഗുരുവിനോട് അവർക്ക് ചെയ്യുവാനുള്ള ആ ഗുരുധർമ്മം. അതൊന്നും തെറ്റല്ല. നമുക്കത് പറ്റാത്തത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്ര ഗുണമല്ല. കാരണം സ്വാമി ഒരിക്കലും സമുദായത്തിൻ്റെ പക്ഷത്ത് നിൽക്കില്ല.
സ്വാമി എപ്പോഴും സ്വാമിമാരുടെ പക്ഷത്ത് തന്നെയാണ്. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാധിരാജ ഗുരുവും നാരായണ ഗുരുവും ശങ്കര ഭഗവത്പാദരുമൊക്കെ ആണ് ആരാധ്യന്മാർ. പക്ഷേ അവരുടെ അനുയായികളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെയുള്ള അറിവില്ലായ്മകൾ പരസ്പരം പറഞ്ഞ് ചളിവാരി എറിയുമ്പോൾ അതാർക്കാണോ ഒരു വലിയ ആഘാതമായി മാറുന്നത്, അത് മറ്റാർക്കുമല്ല, ഇവിടെ എക്കാലവും എല്ലാറ്റിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് സന്തുലിതമാക്കിക്കൊണ്ട് നിന്നിരുന്ന ഒരു വലിയൊരു ധർമ്മമുണ്ട്, സനാതനധർമ്മം. അതിൻ്റെ കടയ്ക്കൽ തന്നെയാണ് നാം അറിഞ്ഞോ അറിയാതെയോ കത്തിവെക്കുന്നത്, ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങളിലൂടെ. അപ്പോൾ അത് പാടില്ല. നമുക്കറിയാം, ഒരു പീഡ ഉറുമ്പിനും വരരുത് എന്ന് പറഞ്ഞ ഗുരുവിനെങ്ങനെ ഒരു മതഛേദനം നടത്താൻ പറ്റില്ല. മോക്ഷപ്രദീപ ഖണ്ഡനം ശ്രീ വിദ്യാധിരാജ ഗുരു അങ്ങനെ ഒരു ഖണ്ഡനം നടത്തിയിട്ടുണ്ട്. അത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്വാമികൾ മോക്ഷപ്രദീപം എഴുതിയപ്പോൾ അതിന് ഒരു മറുപടിയായിട്ട് അദ്ദേഹം ഖണ്ഡിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഖണ്ഡനങ്ങളും ഛേദനങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ സരസമായി, വളരെ സന്തുലിതമായി, വളരെ ആധികാരികമായി ഇതര മതങ്ങളെയും ഇതര പ്രത്യയശാസ്ത്രങ്ങളെയും സഹിഷ്ണുതയോടെ സമീപിച്ച ഒരാചാര്യൻ ഇതിനു മുമ്പും ഇതിനു ശേഷവും ഉണ്ടാകുമോ എന്നുള്ളത് സംശയാസ്പദമാണ്. അവിടെയാണ് ഗുരുവിൻ്റെ സമഗ്രത, ഗുരുദർശനത്തിൻ്റെ സാഫല്യം, ഗുരുദർശനത്തിൻ്റെ സമ്പൂർണമായിരിക്കുന്ന സാക്ഷാത്കാരം നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ഒരു പീഡ ഉറുമ്പിനും വരരുതെന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ആരോടും ഒന്നിനോടും ഒരു വിധത്തിലും ഒരല്പം പോലും മാനസികമായി പോലും ഒരു ഹിംസാഭാവം വരാതെ വളരെ പുഞ്ചിരിയോടുകൂടി അവരെ അഭിമുഖീകരിക്കുക എന്നുള്ള ഒരു ദൗത്യം നിർവഹിച്ചതിലൂടെ സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്ന ആ സമ്പൂർണമായിരിക്കുന്ന സർവസമാശ്ലേഷിയായിരിക്കുന്ന സാർവജനീനമായിരിക്കുന്ന സാർവകാലികമായിരിക്കുന്ന സാർവലൗകികമായിരിക്കുന്ന സാർവത്രികമായിരിക്കുന്ന വസുധൈവ കുടുംബകം, ലോകമേ തറവാട്, എത്ര വിശ്വംഭവത്യേക നീടം, ലോകം ഒരാരാധ്യ പുഷ്പം, അതിൽ ദേശങ്ങൾ ഓരോ ദളങ്ങൾ. എന്തൊരു മനോജ്ഞമായിരിക്കുന്ന ഒരു 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 ഭാവനയാണ് സനാതനധർമ്മം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആ സനാതനധർമ്മം ആധുനിക കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായി ഒന്നിനെയും നിരസിക്കാതെ, ഒന്നിനെയും നിഷേധിക്കാതെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നുള്ളൊരു മഹിതവാക്യത്താൽ മതനിഷേധവും മതസ്ഥാപനവും പരിചിൽ സാധിച്ച പരമസദ്ഗുരു. മതനിഷേധികൾക്കൊരിക്കലും സനാതനധർമ്മത്തിൽ സ്ഥാനമില്ല. യുക്തിവാദിക്ക് സ്ഥാനമുണ്ട്, നിരീശ്വരവാദിക്ക് സ്ഥാനമുണ്ട്, എല്ലാ മതസ്ഥർക്കും സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള ഒരു മത അതീത ആത്മീയ ഭാവനയുടെ ഈറ്റില്ലമാണ് സനാതനധർമ്മമെങ്കിൽ, ആ സനാതനധർമ്മത്തെ പിൻപറ്റി ജീവിച്ച ഒരു ജനവിഭാഗമാണ് ഇവിടുത്തെ ഹിന്ദുക്കളെങ്കിൽ, ഹിംസ നഹി, ഹിംസയില്ല, മനസ്സാ വാചാ കർമ്മണ ഹിംസയില്ലാത്ത ഒരു ജനവിഭാഗത്തെയാണ് നമ്മൾ ഹൈന്ദവ ജനത, സനാതനധർമ്മികൾ എന്നൊക്കെ പറയുന്നതെങ്കിൽ, അതിൻ്റെ ഒരു ജീവൽഭാഷ്യം നാരായണ ഗുരുവിൽ കാണുന്നത് പോലെ മറ്റെങ്ങും നമുക്ക് അവിതർക്കിതമായി നിസ്സംശയമായി എടുത്തു കാട്ടുവാൻ കഴിയുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അവിടെയാണ് സന്യാസികളില്ലിങ്ങനെയില്ലെല്ലമേയോർത്താൽ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ
വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ. അദ്ദേഹത്തിൻ്റെ ആ നിശ്ചല, നിസ്തന്ത്ര, നിസ്സംഗ, നിശ്ചേഷ്ട ഭാവത്തിൻ്റെ മൗനഘനീഭൂതമായ ആ നിശബ്ദതയ്ക്കപ്പുറം ലോക ചരാചര ശക്തികളെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തെ മാത്രമല്ലാതെ, മാനവരാശിയെ മാത്രമല്ലാതെ, ആ ബ്രഹ്മപര്യസ്തംഭം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദർശന പൂർണ്ണത, ഒരു പൂർണ്ണ ദർശനം, ഒരു കംപ്ലീറ്റ്, ഒരു ടോട്ടൽ ഫിലോസഫി, ഒരു ടോട്ടൽ വിഷണറി ആയി ഗുരു മാറിയപ്പോൾ അതിൽ അഭിമാനം കൊണ്ടുകൊണ്ട് ആ ഗുരുവാണ് എക്കാലത്തെയും എല്ലാവിധ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം. ഗുരുവിൻ്റെ പരിഹാരം ഒരിക്കലും ഒന്നും സോൾവ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഇന്നത്തെ അവസരവാദ സമീപനമല്ല. ഗുരു ഒന്നും താൽക്കാലികമായി പരിഹരിക്കാൻ ശ്രമിച്ചയാളല്ല. ഗുരു പറയുന്നു, ഒന്നും സോൾവ് ചെയ്യുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ നയം. എല്ലാം ഡിസോൾവ് ചെയ്യുക, സമ്പൂർണമായും വിലയിപ്പിക്കുക. അതുകൊണ്ടാണ് എല്ലാം ഒടുവിൽ നിഷ്പന്ദമായി, അസ്പന്ദമായി, ഒന്നൊന്നായി എണ്ണി എണ്ണി പൊരുളൊടുങ്ങിയാൽ എണ്ണിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അതിനപ്പുറം ആ പരിപൂർണമായിരിക്കുന്ന പ്രശ്നപരിഹാരങ്ങളാണ് ഗുരു ലോകത്തിൻ്റെ മുന്നിൽ തൻ്റെ ജീവിതധർമ്മത്തിലൂടെ, തൻ്റെ സമരങ്ങളിലൂടെ ഒക്കെ നമുക്ക് കാട്ടി തന്നിട്ടുള്ളത്. ആ സമരങ്ങളെല്ലാം ഒടുവിൽ സമരസത്തിലാണ് അവസാനിച്ചത്. ആരോടും പരിഭവമില്ലാതെ. നിങ്ങൾ ഓർക്കുക, കരുണാവാൻ നബി മുത്തുരത്നമോ. ഇത് നമുക്ക് മറ്റൊരു ആചാര്യൻ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഈ വാക്കുകൾ അവിടെയാണ് ഗുരു സനാതനധർമ്മിയാണോ എന്നുള്ള സന്ദേഹം ഉന്നയിക്കുന്നവരാണ് അവരോട് തന്നെ ചോദിക്കേണ്ടത്. ഞങ്ങൾ സനാതനധർമ്മികളാണോ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മുസ്ലിമിനെ കണ്ടുകൂടാ, ക്രിസ്ത്യാനിയെ കണ്ടുകൂടാ. ഇതാണോ സനാതനധർമ്മം? ഗുരു അങ്ങനെയല്ല നമ്മെ പഠിപ്പിച്ചത്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ നിന്നൊന്നുമില്ല അന്യം, എല്ലാം ഒന്നിൻ്റെ ഭിന്നതാഭാവം. എൻ വടിവെന്നും ഒരേ നിലയിൽ, നടുനിലയിൽ, മധ്യനിലയിൽ, മധ്യമാർഗം, സ്ഥിതപ്രജ്ഞം, സമം ഹി ബ്രഹ്മ. ഈ സമമായ സമത്വത്തിൻ്റെ, സമത്വം യോഗ ഉച്ചതേ, യോജിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്നത് സമീകരിക്കുക എന്നുള്ളതാണ്. സമമായി എല്ലായിടത്തും നിറഞ്ഞ് വ്യാപ്തമായി നിൽക്കുന്നത് ഈശ്വരനാകിയാൽ, പരബ്രഹ്മമാകിയാൽ, ആ പരബ്രഹ്മത്തിൽ ആത്മാവിൽ ഊന്നിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും നിഷ്പക്ഷമായി, സമമായി, നിസ്സംഗമായി, നിർമുക്തമായി, നിരീഹനായി നിന്നുകൊണ്ട് മാത്രം എങ്ങനെ എല്ലാം പൂർണ്ണമാക്കാൻ പറ്റുമെന്നുള്ള ഒരു കർമ്മ കൗശലം, എഫിഷ്യൻസി, പ്രൊഫിഷ്യൻസി, സഫിഷ്യൻസി ഇൻ ആൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളെയും എങ്ങനെ നമുക്ക് വിദഗ്ധമായി പൂർണ്ണമായും നമുക്ക് വിജയിപ്പിക്കാമെന്നുള്ള ഒരു സക്സസ് മന്ത്ര, ഒരു വിജയമന്ത്ര എക്കാലത്തേക്കുമുള്ള തലമുറയ്ക്ക് വേണ്ടി ഗുരു നൽകിയതിൻ്റെ ഭാഗമാണ് ശിവഗിരി തീർത്ഥാടനത്തിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. കൃഷിയുണ്ട്, വ്യവസായമുണ്ട്, വാണിജ്യമുണ്ട്, ഇതിലില്ലാത്ത വിഷയങ്ങൾ, ശാസ്ത്രമുണ്ട്, സംസ്കാരമുണ്ട്. സനാതനധർമ്മം ചതുർഗകാരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് ഗുരുക്കന്മാർ ചതുർസകാരങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്താണ് ചതുർഗകാരങ്ങൾ? ഗംഗ, ഗീത, ഗായത്രി, ഗോമാത. ഗംഗ മീൻസ് ഈ നദികളെയും പുഴകളെയും പ്രകൃതിയെയും സംരക്ഷിക്കുവാനുള്ള ഒരു മനസ്സ്. ഗീത എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തെ പിന്തുടരുവാനുള്ള ഒരു മനസ്സ്.
ഗായത്രി എന്ന് പറയുമ്പോൾ ഉപാസന, സാധനയുടെ വഴി. ഗോമാതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആധാരമായി നിൽക്കുന്ന ഈ പ്രപഞ്ച ഭൗമിക തലത്തെ നമ്മൾ മനസ്സിലാക്കുക. ഗംഗ, ഗീത, ഗായത്രി, ഗോമാത, ചതുർഗകാരങ്ങൾ. ഇന്ന് ആധുനികമായി നമ്മൾ പറയുമ്പോൾ അത് സകാരങ്ങളായി പറയുന്നു. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത്? സംസ്കാരം, സമ്പത്ത്, സന്താനം, സംഘടന. ഒരു ഭക്തരായ നിങ്ങളോട് സന്യസിക്കുവാനല്ല സ്വാമിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ അപക്വ കഷായവും അപക്വ കാഷായവും അവിപക്വ കഷായവും ഒന്നും സേവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് ഈ 4 കാര്യങ്ങളെ ഒന്ന് ഉറപ്പിക്കുക. സനാതന സംസ്കാരം എന്നുള്ള ഗുരുവിൻ്റെ ആ അടിസ്ഥാനമായിരിക്കുന്ന ജീവിത മാതൃക, സംസ്കാരം. സംഘടനാബോധം, കലോ ബലം സംഘം. കലികാലത്ത് സംഘമാണ്, സംഘനീതിയാണ്, പാപഭീതിയാണ്, ദൈവപ്രീതിയാണ് മുഖ്യമെന്ന് മനസ്സിലാക്കുക. അതല്ലാതെ എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന തലത്തിലേക്ക്, അണുകുടുംബത്തിൻ്റെ വിസ്ഫോടകമായ തലത്തിലേക്ക് ഭിന്നിച്ചു നിൽക്കുക എന്നുള്ളതല്ല കലിയുഗ ഗുരുധർമ്മം. സംഘടനാബോധം. സമ്പത്ത്, അത് ഐശ്വര്യമാണ്. ഐശ്വര്യം എന്നുള്ള വാക്ക് തന്നെ നമുക്കറിയാം, ഈശ്വരനുമായി ബന്ധപ്പെട്ടതാണ്, ഈശ്വരീയമാണ്. അത് വേണം. അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ഗുരു ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരവും സമ്പത്തും സംഘടനാബോധത്തിലൂടെ ജീവിത വിജയവും സൽസന്താനങ്ങളിലൂടെ തലമുറകളിലേക്ക് കൈമാറേണ്ടുന്ന ഒരു മഹത്തായ പൈതൃകവും എങ്ങനെ നമുക്കുണ്ടാകണം എന്ന് സനാതന ധർമ്മത്തിൻ്റെ തന്നെ വഴിത്താരയിലൂടെ താനൊരു സനാതനിയാണെന്നോ താനൊരു ഹിന്ദുവാണെന്നോ ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയാതെ നിശബ്ദനായി, അതായത് അവിടുന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതിലല്ല വിദഗ്ധൻ, സുവിശേഷം പ്രവർത്തിച്ചു കാണിക്കുന്നതിലായിരുന്നു. അദ്വൈതത്തിൻ്റെ പ്രമാണം പടച്ചുവിടുന്നതല്ല, അതിൻ്റെ പ്രയോഗം സാക്ഷാത്കരിക്കുന്നതിലായിരുന്നു ഗുരു ഊന്നൽ നൽകിയത്. ഇങ്ങനെയൊരു കർമ്മയോഗി, ഇങ്ങനെയൊരു ജ്ഞാനയോഗി, ഇങ്ങനെയൊരു രാജയോഗി, ഇങ്ങനെയൊരു മഹാഭക്തൻ ഇതിനു മുമ്പും ഇതിന് ശേഷവും ഈ ഭൂമണ്ഡലം കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ ഗുരുവിൻ്റെ പരമ്പരയിലേക്ക് പണ്ട് ശാശ്വതീകാനന്ദ സ്വാമികൾ ക്ഷണിച്ചു, നിത്യചൈതന്യ സ്വാമികൾ ക്ഷണിച്ചു. അന്നൊന്നും ഒരു ഗുരുനാഥൻ എപ്പോഴും എന്നെ ശാസിച്ചുകൊണ്ട് മണ്ടനെപ്പോലെ നടന്നോണം, മിടുക്കനാവാൻ ശ്രമിക്കരുതും, എന്നെ വന്ന് ഭജിച്ചത് മണ്ടത്തരമായെന്ന് ഓർക്കണം, ആരെയും കരയിപ്പിച്ചിട്ട് ചിരിക്കാൻ ശ്രമിക്കരുതും, ആരെയും ചെറുതാക്കിയിട്ട് വലുതാവാൻ നോക്കരുതും, ആരെയും തോൽപ്പിച്ചിട്ട് വിജയിക്കുവാൻ ശ്രമിക്കരുതും എന്ന് പറഞ്ഞൊരു ഗുരുനാഥൻ്റെ ശിഷ്യനായിരുന്നത് കൊണ്ട്, അവിടുത്തെ പാദങ്ങളെ മുറുകെ പിടിച്ചിരുന്നത് കൊണ്ട് ഈ ഒരു ക്ഷണം, ഈ മഹാത്മാക്കളുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് ശിവഗിരിയിലെ ഒരു സ്വാമിയാവാൻ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്തോ കഴിയാതെ പോയി. ശങ്കര പരമ്പരയിലൂടെ ദീക്ഷിതമായെങ്കിലും എപ്പോഴും ഗുരുവിൻ്റെ സ്മരണകൾ ഇരമ്പുന്ന ചിത്തത്തിൽ ഇതിനപ്പുറം ഒരു ജീവിത മാതൃക ലോകത്തിന് കാഴ്ച വെക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനും നിങ്ങളുമൊക്കെ അന്വേഷിക്കേണ്ട കാര്യം പോലുമില്ല. കാരണം ഗുരുവിൻ്റെ ജീവിതം തുറന്ന പുസ്തകം തന്നെയാണ്. അതിൽ ക്രിസ്ത്യാനിക്ക് പരിഭവം വരേണ്ട കാര്യമില്ല, ഒരു മുഹമ്മദീയന് പരിഭവിക്കേണ്ട കാര്യമില്ല, ഒരു ബൗദ്ധന് പ്രതിഷേധിക്കേണ്ട കാര്യമില്ല, ഒരു യുക്തിവാദിക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഗുരുവിനെ കുറ്റം പറയാൻ പറ്റില്ല. ആർക്കും 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 ആ അനിഷേധ്യത, ആ സർവസമ ആശ്ലേഷിതമായിരിക്കുന്ന അവസ്ഥ, അത് നമ്മുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആചാര്യന് ഈ ഒരു മഹാഭാഗ്യം, സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അവിടെയാണ് ഗുരുവിൻ്റെ പൂർണ്ണത നാം മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് നൽകിയ വിഷയം തന്നെ ഒരു പ്രസക്തമല്ലാത്ത വിഷയമാണ്. കാരണം ഗുരു സനാതനധർമ്മിയാണെന്ന് ചോദിച്ചാൽ ഗുരുവിൻ്റെ ഓരോ വാക്കും നോക്കും പോക്കും അതിൻ്റെ ഊക്കും സനാതനത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എന്നുള്ളത്
ഈ വിഷയം വെച്ച ആൾക്കാർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇതിനെക്കുറിച്ച് സന്ദേഹം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല, ഗുരുത്വം കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പതിതാത്മാക്കളാണ്. അവരോടും ഗുരു എന്താണ്? അൻപേ ശിവം, അൻപേ സത്യം, അൻപേ ജ്ഞാനം, അൻപേ ആനന്ദം. ആ അരുളാണ്, ആ കാരുണ്യമാണ് അവിടത്തേക്കുള്ളത്. അവരെയും മനപരിവർത്തനത്തിലൂടെ ഗുരു നിവർത്തിക്കുന്ന ഒരു രംഗമാണ് ഭാവി നമ്മുടെ മുമ്പിൽ ഇനി കാഴ്ചവെക്കുവാനുള്ളത്. ഇത് ശാസ്ത്രയുഗമാണ്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അഞ്ചിന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതല്ല ശാസ്ത്രം, അഞ്ചിന്ദ്രിയങ്ങൾക്ക് താഴെയുള്ള വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ്. അപ്പോൾ അഞ്ചിന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള വിഷയങ്ങൾ ആരാണ് സ്വാമി അന്വേഷിക്കുന്നത്? അതിൻ്റെ ശാസ്ത്രമാണ് സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ശാസ്ത്രം. അപ്പോൾ ഈ ഭൗതികശാസ്ത്രം എന്താണ് സ്വാമി? ഭൗതികശാസ്ത്രം ജഡവിജ്ഞാനീയം, ജഡിലമായ ശാസ്ത്രം, ഡീൽസ് വിത്ത് ഓൺലി മാറ്റർ. പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അതിനുമപ്പുറമില്ലേ ലോകം, അതിനുമപ്പുറമില്ലേ അനുഭവങ്ങൾ, അതിനുമപ്പുറമില്ലേ അനുഭൂതികൾ എന്ന് അന്വേഷിക്കുമ്പോൾ അവിടെയാണ് ആത്മീയത. അതായത് ആറാം ഇന്ദ്രിയമെന്നോ അതീന്ദ്രിയമെന്നോ AI എന്ന് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിനെയും നമുക്ക് അതിജീവിക്കുവാൻ അതീന്ദ്രിയം എന്നുള്ള ഒരു അവബോധത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു സിദ്ധാന്തത്തെ, തത്വശാസ്ത്രത്തെയാണ് ഭാരതീയർ എപ്പോഴും ശാസ്ത്രം, അറിവ്, പ്രജ്ഞാനം, ജ്ഞാനം എന്നൊക്കെ പറയുന്നത്. ബാക്കിയൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജഡിലമാണ്. അങ്ങനെയാണോ സ്വാമി? അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് മെറ്റീരിയൽ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ് നൊബേൽ പ്രൈസ് നേടിയവരെല്ലാം, അതിലേറ്റവും ഉന്നതിയിലെത്തിയ മറുകര കണ്ട ആൾക്കാർ പലപ്പോഴും ഇപ്പോൾ അന്വേഷണം എങ്ങോട്ടേക്കാണ് നീക്കി വച്ചിരിക്കുന്നത്? മെറ്റീരിയൽ ഫിസിക്സ് ഈസ് നൗ മൂവിങ് ടു മെറ്റാഫിസിക്സ്. നിങ്ങളുടെ മൊബൈൽ എടുത്ത് നോക്കൂ, അതിൽ ആദ്യം എഴുതി കാണിക്കുന്നതന്നെ മെറ്റ. സൈക്കോളജി ഈസ് മൂവിങ് ടു പാരാസൈക്കോളജി. ഇന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നെറ്റും തുറന്നാൽ അറിയാതെ നിങ്ങൾക്കൊരു കൗതുകം വരുന്നത് എന്താണ്? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പാരാനോർമൽ, അതീന്ദ്രിയ വിഷയങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ അറിയാതെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാനിർഭരമായിരിക്കുന്നൊരവസ്ഥയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അയ്യോ അങ്ങനെ പറയാതെ സ്വാമി, ഇപ്പം എവിടെയും സംഘർഷമാണ്, എവിടെയും നാശമാണ്, എവിടെയും അക്രമമാണ്, എവിടെയും യുദ്ധമാണ്, എവിടെയും അശാന്തിയാണ്. വിഷമിക്കേണ്ട. ഈ ലോകം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കോവിഡ് വന്നപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന ആ ഒരു അവസ്ഥ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ നമ്മളൊരു ടൈം സോണിൻ്റെ 0 ലെവലിൽ വന്ന് നിൽക്കുകയാണ്. ഒരു യുഗ പരിവർത്തന ഘട്ടം വരികയാണ്. കലിയുഗമെന്ന് നമ്മൾ പറയുന്ന ഒരവസ്ഥയുടെ കണക്കുകൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവാത്തത് കൊണ്ട്, അത് ആരുടെയും കുറ്റമല്ല. ഒരു മനുഷ്യൻ്റെ ടൈം സോൺ അല്ല ഒരു മൃഗത്തിൻ്റെ, അതല്ല ഒരു പാമ്പിൻ്റെ, അതല്ല ഒരു ചിത്രശലഭത്തിൻ്റെ. ഓരോരുത്തരുടെയും ടൈം സോൺ, കാല അന്തരങ്ങൾ എപ്പോഴും വ്യത്യസ്തമാണ്. നമുക്ക് എപ്പോഴും അത് അറിയാം, നമുക്ക് തന്നെ അറിയാതെ. അതായത് ഒരു ചിത്രശലഭം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് പോലെ ഒരു 10 ദിവസം ജീവിക്കുന്നതിനിടയിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? അത് സ്കൂളിൽ പോകുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്, ബന്ധം ചെയ്യുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്. 10 ദിവസം കൊണ്ട് അതിൻ്റെ ജീവിതം അതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജീവിതമാണ്. അപ്പോൾ ടൈം സോൺ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടിരിക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കലഹത്തിൻ്റെ യുഗത്തിൻ്റെ പരിവർത്തനത്തിലേക്ക് ലോക മാനവരാശിയെ മാത്രമല്ല പ്രപഞ്ച സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സംഭവിച്ചതാണ് കോവിഡ്. അതുകൊണ്ട് ആ കോവിദൻ എന്ന് പറയുന്നത്, കോവിഡ് എന്ന് പറഞ്ഞാൽ കോവിദനാണ്, സമർത്ഥനാണ്. അതൊരു പ്രഭാവലയെന്നാണ്. കൊറോണ എന്ന് നമ്മൾ പറഞ്ഞാൽ പ്രഭാവലയമാണതൊരു വലിയൊരു തേജസ്സാണത്. അത് അർഹതയല്ലാത്ത ആത്മാക്കളെയൊക്കെ പതുക്കെ അങ്ങോട്ട് പിൻവലിച്ചുകൊണ്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള നിലയിലേക്ക് നവോന്മേഷശാലി പ്രതിഭ, ആ പ്രതിഭാവിലാസങ്ങൾ ഉൾക്കൊള്ള ആത്മാക്കളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിവപ്പെടുത്തലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിവപ്പെടുത്തലിൻ്റെ ഫലമായിട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന സന്താനങ്ങളൊക്കെ ഒരു പ്രജ്ഞാനന്ദയായി മാറും. ഒരു ഗുഹേഷനായിട്ട് ചെസ്സിലൊക്കെ ഇങ്ങനെ വിജയിക്കും. ഇനി അങ്ങനെയുള്ള ഒരു മഹത്വപൂർണ്ണമുള്ള അതീന്ദ്രിയ ബന്ധങ്ങളുള്ള സിദ്ധിവിശേഷങ്ങളുള്ള വലിയ ജനവിഭാഗം രൂപപ്പെട്ടു വരുന്നൊരു കാലഘട്ടമാണ് ഇനിയുള്ള 25 വർഷങ്ങൾ. 2054 ഈ പ്രക്രിയ പൂർത്തിയാകുന്നതെന്നാണ്, അതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാകുന്നതെന്നാണ് ഋഷിമണ്ഡലം ലാമാമാർ അവരുടെ രഹസ്യ
ഗ്രന്ഥങ്ങളെ ഡീകോഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളാരും വിഷമിക്കേണ്ട, ആരും വിഷമിക്കേണ്ട. നത്വം ശോചിതുമർഹസി, ആരും സങ്കടപ്പെടേണ്ട. ഒരു നല്ലൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു അണയാൻ പോകുന്ന അഗ്നി ആളിക്കത്തുന്നത് പോലെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം. 2054 മതങ്ങളുടെ സ്വാധീനം സ്വല്പമൊന്നയയുകയും മതത്തിന് അതീതമായിരിക്കുന്ന ആത്മീയതയിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സ്വഭാവം വരികയാണ്. മീൻസ് ആത്മീയതയാണ് സ്പിരിച്വൽ സയൻസ്, ദി സയൻസ് ഓഫ് സയൻസ്. 5 ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രമാണ് ആത്മീയ ശാസ്ത്രം. അതുകൊണ്ട് ഇറ്റ് ഈസ് ദി സയൻസ് ഓഫ് സയൻസ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഭാവി തലമുറ എപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ചിലപ്പോൾ അവർ ക്രിസ്തുവിനെയോ അള്ളാഹുവിനെയോ രാമനെയോ കൃഷ്ണനെയോ ബുദ്ധനെയോ കുറിച്ചൊന്നും ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവരുടെ വിഷയം പോസിറ്റീവ് എനർജി, ഫ്രീക്വൻസി, വേവ് ലെങ്ത്ത്, ഇതൊക്കെയായിരിക്കും അവരുടെ ഒരു ഭാഷ. ആ ടെക്നോളജിയുടെ ഭാഷ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഗുരു അന്നേ സൂചിപ്പിച്ച മത അതീതമായ ആത്മീയത, ആത്മാവ് എന്നുള്ള അനശ്വരമായ ആ മഹാ ഊർജത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ എന്ത് ശാസ്ത്രീയമായിട്ടാണ് ഗുരു ഭാവിയിലേക്ക് വേണ്ടുന്ന തലത്തിലേക്ക്, മതമേതായാലും മനുഷ്യൻ ശക്തനായാൽ മതി, മനുഷ്യൻ പ്രജ്ഞാവാനായാൽ മതി. മനുഷ്യൻ്റെ പ്രജ്ഞാപൂർണതയാണ് അവനെ സംബന്ധിച്ചിടത്തോളം മാനവൻ മാധവനായി മാറുന്ന, നാരിമാർ നാരായണിമാരായി മാറുന്ന, നരൻ നാരായണനായി മാറുന്ന, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ള ഒരു ആൾ ദൈവമായി മാറുന്ന വ്യക്തികൾ, വ്യക്തിത്വവും കടന്ന് അസ്തിത്വത്തിലേക്ക് എത്തുന്ന ഒരു സമഗ്ര ജീവിത രംഗത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഗുരുദേവൻ സനാതനധർമ്മത്തെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്ന് 2054 മതങ്ങളുടെ സ്വാധീനം കുറഞ്ഞ് ഭാരതത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളെല്ലാം സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും തകർന്നടിഞ്ഞ് പഴയ ആര്യാവർത്തമെന്ന, അജനാഭവർഷമെന്ന, ഭരതവർഷമെന്ന ഈ ഭൂമിയിലേക്ക്, ഈ സംസ്കൃതിയിലേക്ക് മടങ്ങി വരുന്ന ഒരു രംഗം ഋഷിമാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് കെട്ടുകഥയല്ല, അതൊരു പ്രവചനം പോലെ സ്വാമി പറയുകയല്ല. ഇത് അറിവുള്ളവർക്കറിയാവുന്ന ഒരു സത്യമാണ്. അത് രാഷ്ട്രീയമായ ഒരു സത്യമല്ല. അതൊരു ഭൗതികവും ആത്മീയവുമായിട്ടുള്ളൊരു വലിയൊരു ഭവിഷ്യ പുരാണമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന മതത്തിനും അതീതമായ ആത്മാവ്. ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആത്മാവാണ്. എനിക്കൊരാത്മാവ്, നിങ്ങൾക്കൊരാത്മാവ്, എല്ലാവർക്കും ഒരാത്മാവുണ്ട്. മതമല്ല നമുക്കപ്പോൾ മുഖ്യം. ആത്മാവ് ഇൻസ്റ്റിങ്ക്റ്റാണ്, ഇൻബിൽറ്റാണ്, നമ്മൾ ഇൻഹറൻ്റാണ്. നമ്മളെപ്പോഴും നമ്മൾ ആത്മാവ് തന്നെയായിട്ട് നിൽക്കുകയാണ്. ഈ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതും ആത്മശക്തിയാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ആത്മശക്തിയാണ്. ഈ ആത്മാവിനെ, ഈ ആത്മശക്തിയെ നിഷേധിച്ചുകൊണ്ട് നമുക്കൊരു മതമോ ദൈവമോ ഇല്ല. അപ്പോൾ ആദ്യം അവനവൻ്റെ ആത്മാവിലേക്ക് തിരിച്ച് മടങ്ങി വരുന്ന ഒരു രംഗം. അത് വരണമെങ്കിൽ ഗുരുമന്ദിരത്തിലേക്ക് നമ്മൾ തള്ളിയ ഗുരുവിനെ തിരിച്ച് ഹൃദയമന്ദിരത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ദേവാലയത്തിലേക്ക് തള്ളിയ ആ ദേവതകളെ തിരിച്ച് നമ്മുടെ ഹൃദയ ദേവാലയത്തിലേക്ക്, ശ്രീകോവിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിലേക്കുള്ള ഒരു ആഹ്വാനമാണ്, അതിലേക്കുള്ള ഒരു ക്ഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യജ്ഞത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവുമൊന്ന്. ഈയൊരു മനോജ്ഞമായ തലത്തിലേക്ക് നിങ്ങളെയും എന്നെയും ഒക്കെ വാർത്തെടുക്കുന്ന ഒരു വലിയ ശാസ്ത്രീയമായിരിക്കുന്ന ഒരു പ്രോസസ്സിങ്, ഒരു നവീകരണം, ഒരു നവേന, ഒരു എറക്ഷൻ, ഒരു കറക്ഷൻ, അതിലൂടെ ഒരു റെസറക്ഷൻ, ഒരു പുനരുദ്ധാനം, ഒരു നവോത്ഥാനം ഇവിടെ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു നിശബ്ദ വിപ്ലവത്തിൻ്റെ ഈറ്റിലത്തിൽ നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ സംവദിക്കുന്നത്. എത്ര വേണമെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. പറഞ്ഞാലും തീരാത്ത ഒരു അനന്തമായിരിക്കുന്ന മഹിമാവിനെക്കുറിച്ചാണ് സ്വാമി സംസാരിക്കുന്നത്. എങ്കിലും സ്വാമിക്കൊരു മര്യാദ എപ്പോഴും പലപ്പോഴും പറ്റുന്നിടത്തോളം ഒക്കെ ശ്രമിക്കാറുള്ളത് കൊണ്ട് ഇനിയും ഒരു മഹാത്മാവ് നിങ്ങളോട് സംവദിക്കേണ്ടതായിട്ടിരിക്കുന്നതായിട്ടുണ്ട്. അവർ പറയുന്നതിന് മുമ്പ് തന്നെ നിർത്തുക എന്നുള്ള ഒരു ഔചിത്യബോധത്തെ മാനിച്ചുകൊണ്ട് ഒന്ന് മാത്രം പറയുകയാണ്: ആരും വിഷമിക്കേണ്ട, ആരും പ്രത്യാശ കൈവിടേണ്ട. ഈ പുതുവർഷത്തിൻ്റെയും ക്രിസ്തുമസിൻ്റെയും ഒക്കെ ഈ മുഹൂർത്തങ്ങളിൽ നിങ്ങൾക്ക് ആശംസകൾ നേരുന്ന ഒരവസ്ഥയിൽ അതിനപ്പുറം ഓർമ്മിപ്പിക്കുവാനുള്ളത്, ആരും ഭയപ്പെടേണ്ട. കാരണം ഗുരു നമുക്ക് ഈ ഭയമൊഴിക്കുവാനുള്ള കഷായങ്ങളാണ്, മരുന്നുകളാണ് തൻ്റെ കൃതികളിലൂടെ മുഴുവൻ നിറച്ച് നമുക്ക് തന്നിരിക്കുന്നത്. അത് ശരീരത്തിൻ്റെ വ്യാധിയെ മാറ്റും, മനസ്സിൻ്റെ ആധിയെ മാറ്റും, ബുദ്ധിയുടെ ഭീതിയെ മാറ്റും, ജീവൻ്റെ ഈതികളെ മാറ്റും. ശരീരത്തിന് വ്യാധിയാണ് വിഷമം, മനസ്സിന് സുഖദുഃഖങ്ങളെന്ന ആധിയാണ് വിഷമം, പ്രാണന് വിശപ്പും ദാഹവുമാണ് വിഷമം, ബുദ്ധിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സന്ദേഹമാണ്, അതിൻ്റെ ആവരണ വിക്ഷേപമാണ് അതിൻ്റെ ഭീതി ഉണ്ടാക്കുന്നത്. ജീവന് ജനനമരണ ഭയം,
പ്രകൃതിയിൽ നിന്നും മറ്റ് വസ്തുക്കളിൽ നിന്നുമൊക്കെയുള്ള ആ ആ മരണതുല്യമായ അവസ്ഥകളെ ഭയപ്പെട്ട് ജീവനിരിക്കുകയാണ്. അപ്പോൾ ഈ 4 ഭയം, ഈതി, ഭീതി, ആധി, വ്യാധി, ഇത് 4നും പരിഹാരം മറ്റൊന്നുമല്ല, സമാധി. സമമാക്കുക, സമം ഹി ബ്രഹ്മ. ആ സമാധിയുടെ മുമ്പിലിരുന്നു കൊണ്ടാണ്, ആ പൂർണ്ണതയുടെ മുമ്പിലിരുന്നു കൊണ്ടാണ് പൂർണ്ണതയിലേക്കുള്ള നമ്മളുടെ ഈ വാക്കുകൾ നമ്മൾ സമർപ്പിക്കുന്നത്. സ്വാമി ആദ്യം തന്നെ ശ്ലോകത്തിൽ പറഞ്ഞു, നിത്യവും തവ നാമ പുഷ്പങ്ങൾ എൻ്റെ നാവിൽ വിരിയണേ, മാനസത്തിൻ ശ്രീ കോവിലിൽ ദേവാ പൂജാബിംബമായി തീരണേ. അപ്പോൾ ഗുരുവിനെ ഹൃദയത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക. ഗുരുമന്ദിരത്തിൽ മാത്രം ഗുരുവിനെ നമ്മൾ പ്രതിഷ്ഠിക്കാതെ നമ്മുടെ ഹൃദയമന്ദിരത്തിലും കൂടി ഗുരുവിനെ ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടം ശൂന്യമാവില്ല. അവിടം ശൂന്യമായതിൻ്റെ ഫലമായിട്ടാണ് ലോകത്തേറ്റവും കൂടുതൽ ആത്മഹത്യ നമ്മുടെ നാട്ടിൽ, ലോകത്തേറ്റവും കൂടുതൽ മനോവിഭ്രാന്തി നമ്മുടെ നാട്ടിൽ, ലോകത്തേറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നമ്മുടെ നാട്ടിൽ, ലോകത്തേറ്റവും കൂടുതൽ ബോധമില്ലാത്ത, സാമാന്യബോധമില്ലാത്ത ജനവിഭാഗങ്ങൾ ഇടകലർന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിയത് ഉള്ളിലുള്ള ഈ ശൂന്യത, ഈ ഗുരുത്വമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ നിഷേധാത്മകമായിരിക്കുന്ന ചര്യകളുടെ ദുരന്ത ഫലമായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ഒരു രാവണനായിക്കൊണ്ടിരിക്കുകയാണ്. രാവണൻ അന്ന് ചെയ്തു തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. മനോഹരമായ വീടുകൾ നമ്മുടെ കുട്ടികൾ നിർമ്മിക്കും, ആ വീടിന് പേരിടും അമ്മ വീട്. അമ്മ എവിടെ മകനെ എന്ന് ചോദിച്ചാൽ പറയും, അമ്മയെ ഞാൻ അങ്ങ് വൃദ്ധസദനത്തിലാക്കി. അത്ര ബുദ്ധിമാന്മാരായിരിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് മാറും, ഇത് മാറിയേ പറ്റൂ. ഒരു 25 കൊല്ലം, ഒരു 2 വ്യാഴവട്ടം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അക്ഷമമായിട്ട് നിൽക്കുകയാണ്. ആ പരിവർത്തനത്തിൻ്റെ ശംഖധ്വാനം ശിവഗിരി എന്നുള്ള മണ്ണിൽ, ഇവിടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറുന്ന ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ല, സർവരും സോദരത്വേന വാഴുന്ന മനുഷ്യൻ്റെ ആ സാഹോദര്യവും ദൈവത്തിൻ്റെ പിതൃത്വവും എന്നുള്ള മഹനീയമായ കാഴ്ചപ്പാട്, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്നുള്ള ഈ സഹകരണത്തിൻ്റെ ഈ വലിയൊരു പ്രത്യയശാസ്ത്രം ലോകത്തിൻ്റെ മുഴുവൻ ആരാധ്യ ദൈവദശകം തന്നെയായി, പ്രാർത്ഥനാഗീതമായി തന്നെ മാറും എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രത്യാശിച്ചുകൊണ്ട് വീണ്ടും ആ പാദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കൊരു മഹത്വം ഉണ്ടാകുവാൻ ആ ഗുരുത്വം നമുക്ക് തുണയായി വരട്ടെ തമ്പുരാനെ. അതിനു വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള യുക്തിയും ബുദ്ധിയും സിദ്ധിയും ശക്തിയും ഒടുവിൽ മുക്തിയും ആ ഗുരുനാഥൻ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി.